ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ 18ാമത്തെ ആഴ്ച ആരംഭിക്കുകയാണ്. ഈ 18 ആഴ്ചകൾ മലയാള സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ഇത്രയും വലിയൊരു പരിപാടിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മളിത് ആരംഭിച്ചത്. 1-2 ഡോക്ടർ ലൈവൊക്കെ നടത്തി ചെറിയ ഇൻഫർമേഷനൊക്കെ നടത്തി ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഓരോ ആഴ്ചത്തെയും ആളുകൾ വീഡിയോ കാണുന്നതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും ജനത്തിന് അതിലുള്ള താല്പര്യവും കണ്ട് പ്രമാണിച്ച് ഈ കഴിഞ്ഞ 18 ആഴ്ചയും നമ്മൾ അത് മുടങ്ങാതെ നടത്തി. 18 19 ആഴ്ച നടത്തി. ഒരാഴ്ച ഡോക്ടർ അല്ലായിരുന്നു, വേറെ ആളായിരുന്നു. അങ്ങനെ ഈ 18 ആഴ്ച നമ്മൾ ഡോക്ടർ ലൈവ് ഇന്ന് പൂർത്തിയാകുകയാണ്. ഇന്ന് ആരംഭത്തിൽ നമ്മുടെ ഈ ഡോക്ടർ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ ശിവ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സമൂഹത്തിലെ അഗ്രഗണ്യനും നാട്ടിലെ പ്രമുഖ ആയുർവേദ പണ്ഡിതനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാളിനെ നമ്മുടെ കൂടെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ അവസരത്തിൽ ഇപ്പം ഞാൻ കൂടുതൽ സമയം ഇതിനെപ്പറ്റി എടുക്കുന്നില്ല. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയാനായിട്ട് സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ ബിനു ജോഷുവയെ ഞാൻ ഹാർദവം ക്ഷണിച്ചോളൂ. താങ്ക് യു കുര്യൻ. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരും ഈ കോവിഡിന്റെ സമയത്ത് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കുര്യൻ പറഞ്ഞ കണക്ക് കഴിഞ്ഞ 18 എപ്പിസോഡുകളിൽ വിവിധ വിഷയങ്ങളിൽ വിവിധ സ്ട്രീമിലുള്ള ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വിവിധ വിഷയങ്ങളിൽ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഒക്കെ ആളുകൾ ചിലപ്പം കുറവാണെങ്കിലും ഇതിന്റെ റീച്ച് പല മീറ്റിങ്ങുകളുടേതും 1000-ന് മുകളിൽ 2000-ന് മുകളിലൊക്കെ വ്യൂസ് വന്ന ഡോക്ടേഴ്സ് ലൈവ് ഷോസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ഈ പുതിയ സാഹചര്യത്തിൽ എല്ലാവരും ഒരേ സമയത്താണ് ഇത് കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും നമ്മുടെ റെക്കോർഡഡ് ഷോസ് ആയിരിക്കും കൂടുതലും കാണുന്നത്. അപ്പം നമ്മുടെ ഇതിന്റെ റീച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും നമ്മുടെ ഷോ തുടങ്ങുമ്പോൾ നമുക്ക് ആളുകൾ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ ഡോക്ടർ ലൈവ് ഷോ ആക്ച്വലി കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഇന്ന് പതിവ് പോലെ നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗത്തെ പോലെ നമ്മളോടൊപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രിയപ്പെട്ട ശിവകരൻ നമ്പൂതിരി അവറുകളാണ്. ഡോക്ടറെ പറ്റി ധാരാളം പ്രാവശ്യം ഇവിടെ സംസാരിക്കുകയുണ്ടായി. എങ്കിലും പുതിയതായിട്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സാമവേദ പണ്ഡിതനാണ്. കോട്ടയത്തുള്ള ശ്രീധരി ആയുർവേദിക് ക്ലിനിക്കിൽ ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നു. ഡോക്ടർക്ക് രാഷ്ട്രപതിയുടെ അവാർഡ്, പ്രമുഖ സേവനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏത് വിഷയത്തെ പറ്റി വേണമെങ്കിലും നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ട ശിവകരൻ നമ്പൂതിരി അവരുകളെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ട യോഗേഷാണ് അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കണക്ട് ചെയ്ത് തന്നത് ആദ്യം മുതൽ. എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടറെ എല്ലാവർക്കും വേണ്ടി ഈ ഡോക്ടർ ലൈവ് ഷോയിലേക്ക്, ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ ശിവകരൻ നമ്പൂതിരി അവர்கள். അടുത്തായിട്ട് നമ്മളോടൊപ്പമുള്ള വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട വിജയ് സേതുമാധൻ അവറുകളാണ്. വിജയ് സേതുമാധനെ ടൊറന്റോയിലെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇവിടെ വളരെയധികം സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മധുരഗീതം റേഡിയോയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ബ്രാഹ്മണ മലയാളി സമാജത്തിന്റെ ഒഫീഷ്യലി പല കാര്യങ്ങളിലും കമ്മിറ്റിയിലുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, സമാജത്തിന്റെ സുഹൃത്തും വ്യക്തിപരമായ നമ്മുടെ സുഹൃത്തുമായ പ്രിയപ്പെട്ട വിജയ് സേതുമാധവൻ. മധുരഗീതത്തിന് എല്ലാ കാലത്തും ബ്രാഹ്മണ മലയാളി സമാജത്തിന് വളരെയധികം സപ്പോർട്ട് നമ്മുടെ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ മീഡിയ പേഴ്സൺ, വൺ ഓഫ് ദ ലീഡിംഗ് മീഡിയ പേഴ്സൺ ഇൻ ടൊറന്റോ. ഐ വെൽക്കം Vijay Sethumadhavan. Vijay, please join us. Thank you. Thanks for the invitation. It's an honor to join you guys.
ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. നമ്മോടൊപ്പം നമ്മുടെ ഉള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ കുര്യൻ പ്രക്കാനം നമ്മളോടൊപ്പം ഉണ്ട്. കുര്യനൊന്നും സ്വാഗതം പറയേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മളെ ഔപചാരികരുടെ പേരിൽ പ്രിയപ്പെട്ട കുര്യൻ പ്രക്കാനത്തിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള ബാക്കി കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട യോഗേഷ്, സഞ്ജയ്, ഗോപകുമാർ, ഷിബു, ഷീല പുതുക്കേരിൽ, സാമീപ്പൻ, എല്ലാവരെയും നമ്മുടെ ഈ പ്രോഗ്രാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ലൈവിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഐ വെൽക്കം ഓൾ ഓഫ് യു ഓൺ ബിഹാഫ് ഓഫ് ബ്രാഹ്മണ മലയാളി സമാജം. താങ്ക് യു. ബാക്ക് ടു കുര്യൻ. താങ്ക് യു. താങ്ക് യു ബിനു. നല്ലൊരു വെൽക്കം തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് വിജയെ പറ്റി പറയാന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു സഹോദരനെ പറ്റി പറഞ്ഞിട്ടാണ്. ബ്രാഹ്മണ മലയാളി സമാജത്തിന്റെ നല്ല ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നല്ലതായിട്ടുള്ള പല പ്രോഗ്രാമുകൾ നടത്തുന്നതിനും അദ്ദേഹത്തിന്റെ പിന്തുണ അതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മലയാളി സമൂഹത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ഒരു നല്ല സുഹൃത്താണ് ശ്രീ വിജയ് സേതുമാധവന്. പ്രത്യേകിച്ച് ആയിട്ട് അദ്ദേഹത്തിന് ആത്മാർത്ഥ ബന്ധമുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളിലും എപ്പോൾ വിളിച്ചാലും എത്ര തിരക്കായാലും അത് നിവൃത്തി ഉണ്ടെങ്കിലേ പങ്കെടുക്കും. വോട്ടേഴ്സിന്റെ കാര്യങ്ങളായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യത്തിന് നമ്മളെ ഉള്ള സഹകരണത്തിന് എല്ലാ എപ്പോഴും ഉണ്ട്. തിരക്ക് പിടിച്ച ഒരാളാണ്, നമുക്കറിയാം. സ്റ്റാറാണ് അദ്ദേഹം, നമ്മളോട്ടൊന്നുമല്ല, താരമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഓട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും മുറ്റത്തെ മല്ലിക്ക് മണമില്ല. ഞാൻ ഒന്ന് പറയണം, 2004 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് ഇതുവരെ എല്ലാ സപ്പോർട്ടും BMS നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രം ആർ ടീം താങ്ക്സ് ടു BMS. നിങ്ങൾ നല്ല നല്ല പരിപാടികൾ ചെയ്യുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പരിപാടി ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ. ഇൻവൈറ്റ് ചെയ്യാൻ പോകും, അങ്ങോട്ട് പറയാൻ സമയം വിടുന്നുള്ളൂ. ഞാൻ പറയാൻ പറ്റുന്നത് ഇപ്പം ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ നമ്മളോട് സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വിജയ് പോലെ ഇത്രയും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാള് അതിനിടയ്ക്കും സമയം കണ്ടെത്തി ഓടി വന്ന് ഒരു സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയ മോറലായിട്ട് തന്നെ വലിയ സപ്പോർട്ടാണ്. പല ആളുകളും ഇന്ന് ഈ പല ഭാഗത്തും നമ്മൾ ഒരാൾ ഒരു പരിപാടി നടത്തുന്നു, ഒരു പ്രസ്ഥാനം നടത്തുന്നു, അതിൽ വിഷമിക്കുന്നവരാണ് ഒരു ഭാഗം ആളുകൾ. എന്നാലും മറ്റൊരു ഭാഗം ആൾക്കാർ അങ്ങനല്ല. അവർ പരിപാടി നടത്തുന്നല്ലോ, നമ്മളെ കഴിവ് എന്ത് ചെയ്യാനൊക്കും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ രണ്ടു കൂട്ടം ആളുകൾ ഈ ലോകത്തിൽ ഉള്ളപ്പോൾ അതിൽ ഏറ്റവും ഉത്തമമായ രീതിയിലുള്ള മാതൃക കാണിച്ച്, സമൂഹത്തിന് തന്നെ മാതൃക കാണിച്ച് ഇങ്ങനെ വേണം, നമുക്ക് ഒന്നിച്ച് നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പരിപാടി ഉണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ആ മെസ്സേജാണ് നിങ്ങളെ താരമാക്കുന്നത്. അപ്പം അത് തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വിജയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ഈ പരിപാടിയിലേക്ക് ബിനു ഓൾറെഡി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എന്നാലും ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക്സ് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് കുര്യൻ. അത് മാത്രമല്ല, ഇത് നല്ല ടോപ്പിക്കാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഈവൻ നമ്മുടെ റേഡിയോയിലും കൂടി ആരോഗ്യ വിധി എന്ന് പറഞ്ഞിട്ട് AKMGയുടെ ഒരു കൊലാബറേഷനിൽ നമ്മൾ ചെയ്യാറുണ്ട്, മന്ത്ലി വൺസ് ഒരു പ്രോഗ്രാം. സോ ഐ എം വെരി ഗ്ലാഡ് ഇതുപോലെ ഒരു നല്ല ഒരു ടോപ്പിക് നിങ്ങൾ എവറി വീക്ക് യു ഡു ഇറ്റ്. ഓൾ ക്രെഡിറ്റ്സ് ടു BMS, അതിലുള്ള ടീം മെമ്പേഴ്സ് ആൻഡ് ഓൾ ദ വോളണ്ടിയേഴ്സ് ഹു വർക്ക് ബിഹൈൻഡ് ദിസ്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ ശിവരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തെ പറ്റി അവരുടെ ബിനു പറഞ്ഞു കഴിഞ്ഞു, എനിക്കും പറയാൻ പറ്റത്തൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ഒരു വലിയ പ്രതിഭയാണ്. ഇദ്ദേഹത്തെ പോലെ ഒരാളിനെ നമ്മുടെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നന്മയാണ്, ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. ക്യാൻസറും ആഹാരവും എന്നുള്ള വിഷയത്തെ പറ്റി അദ്ദേഹം ഓൾറെഡി ഒരു ക്ലാസ് എടുത്തതാണ്. അന്ന് ക്ലാസ് സമയം 1 മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂർ 3/4 മണിക്കൂറേ കിട്ടത്തുള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം അതാണ്, ചുരുങ്ങിയ സമയമുള്ളൂ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പം ആ സമയത്തിനുള്ളിൽ അന്ന് അദ്ദേഹം കഴിവൊക്കെ പറഞ്ഞു തന്നു. ബാക്കി ഇപ്പം ഞാൻ സമയം കൂടുതൽ അവതരിക്കുന്നില്ല. അദ്ദേഹത്തിന് ക്ലാസ് തുടരാം. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്വാഗത പ്രസംഗകൻ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അംഗം എന്ന പോലെ തന്നെയാണ് ഞാൻ ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്നിട്ടാണെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, ഇതിൽ പല വ്യക്തികളും, മിക്കവാറും ഏതാണ്ട് എല്ലാ ആൾക്കാരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ഒരു പരിമിതി എനിക്ക് തോന്നുന്നില്ല. കാരണം അനവധി ക്ലാസ്സുകളിൽ
ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുണ്ടായി. അപ്പോൾ എല്ലാവരുടെ മുഖവും എനിക്ക് അനവധി കൊല്ലങ്ങളായിട്ട് കണ്ടുവരുന്ന സുഹൃത്തുക്കളെ എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു അപരിചിതത്വം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അത് തന്നെ എനിക്കൊരു സന്തോഷത്തിന് ഇട നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു വേദി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് ഈ BMS-നോട്, മലയാളി സമാജത്തിനോട് വളരെയധികം നന്ദിയുണ്ട്. കുര്യൻജി പറഞ്ഞ പോലെ കൂടുതൽ സമയമെടുത്താൽ, ആമുഖത്തിന് കൂടുതൽ സമയമെടുത്താൽ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മെമ്പർമാർക്കും നല്ല ജലദോഷമുണ്ട്. അതാണ് ഇപ്പോൾ ഒരു മഞ്ഞ് നന്നായിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് കഫക്കെട്ടുണ്ട്. ഈ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്ന് പറഞ്ഞ പോലെ അവനന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കുറവായിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതെ, അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊരു കഫക്കെട്ടുണ്ട്. പേടിക്കേണ്ട, പനിയൊന്നുമില്ല. അപ്പോൾ കുര്യൻജിയോടും അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ശ്രീ വിജയ് സേതുമാധവനോടും പ്രത്യേകം സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. അധികം താമസിയാതെ യോഗേഷ് ഇതിൽ ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ മെമ്പർമാർക്കും വീണ്ടും ഒരു സന്തോഷത്തോടെ കൂപ്പി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നത് 1.5 മണിക്കൂർ അന്ന് എടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ക്ലാസ് സെപ്റ്റംബറിലായിരുന്നു. അന്ന് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ആമുഖമായിട്ടുള്ള എങ്ങനെ ഈ പദം വന്നു, എന്താണ് ക്യാൻസർ, ഇങ്ങനത്തെ പല വിഷയങ്ങളും അന്ന് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തില് ഇന്ന് ഏറ്റവും അധികം ഭീഷണി, ഇപ്പൊ താൽക്കാലികമായിട്ട് കോവിഡിന്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, എങ്കിലും പതിറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്ന രോഗം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മരണകാരിയാവുന്ന രോഗമാണ് ഈ ക്യാൻസർ. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകൾ വളരെയധികം ഗൗരവം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ രോഗത്തിനെ കുറിച്ച് പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും ഒക്കെ ധാരാളം കോടിക്കണക്കിന് ഡോളർ എല്ലാ വർഷവും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, വലിയൊരു മൈൽ സ്റ്റോൺ ഒന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനത് കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഓരോ മിനിറ്റിലും 17-18 പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാൻസർ കാരണം, ഓരോ മിനിറ്റിൽ. അപ്പൊ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഈ ക്ലാസ് കഴിയുമ്പോൾ ഏതാണ്ട് 1000 ചില്ലുവാനും വ്യക്തികൾ 1 മണിക്കൂറിനുള്ളിൽ ഈ ഭൂമി വിട്ടുപോയിട്ടുണ്ടാവും ക്യാൻസർ കാരണം. അത്ര വലിയൊരു വിപത്താണ്, മഹാരോഗം തന്നെയാണ് ക്യാൻസർ. അതിന്റെ ചരിത്രം ചെറുതായിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ പറയാം. ലോകത്തിലെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ആരോഗ്യ ശാസ്ത്രം അഥവാ വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. 4000-5000 കൊല്ലം മുൻപ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് എഴുതപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഒക്കെ അർബുദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആയുർവേദത്തിലെ മഹാരോഗങ്ങൾ എന്ന് പറയുന്ന 8 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ആ 8 എണ്ണത്തിൽ അന്ന് അർബുദത്തെ പറഞ്ഞിട്ടില്ല. അതിന് പ്രധാന കാരണം അന്ന് ഇത്രയൊന്നും ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിത രീതി കൊണ്ടും
കൃത്രിമമായ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണം കൊണ്ടും വിഷമയമായ ആഹാരം കൊണ്ടും ഉണ്ടായതാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള രോഗങ്ങളെ മഹാരോഗങ്ങളിൽ 8 അഷ്ടമഹാരോഗങ്ങളിൽ പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് പെടുത്താതിരിക്കുന്ന കാരണം അന്ന് വളരെ കുറച്ച് രോഗികളെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുകൊണ്ടായിരിക്കാം, യാതൊരു സംശയമില്ല. മാത്രമല്ല ആയുർവേദത്തിലെ പനി അഥവാ ജ്വരം തുടങ്ങി അരിശസ്, പ്രമേഹം, ഇങ്ങനെ നിരവധി രോഗങ്ങളെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ 1, 2, 3 ചാപ്റ്റർ അധ്യായങ്ങൾ ആ രോഗത്തെ വിശദമാക്കി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും അർബുദത്തെ അത്രയൊന്നും വിശദീകരിച്ച് കാണുന്നില്ല. ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു ക്യാൻസർ എന്ന് പറയുന്ന പദം ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ നിന്നൊക്കെ വന്ന പോലെ എന്ന പദം സംസ്കൃതത്തില് യജുർവേദത്തിൽ പറയുന്നുണ്ട്. 6000-7000 കൊല്ലം മുൻപ് എഴുതപ്പെട്ട യജുർവേദത്തില് അർബുദം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പക്ഷെ അതിലവിടെ പറയുന്നത് ഒരു സംഖ്യയെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സംഖ്യാവാചി എന്ന് പറയും. നമ്പറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അർബുദം എന്ന പദത്തിന്റെ അർത്ഥം 10 കോടി എന്നാണ്. 10 കോടി എന്നും അസംഖ്യം എന്നും അർത്ഥത്തിൽ അർബുദം എന്ന പദം പറയുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, ഇങ്ങനെ ഓരോന്നിനും ഓരോ വാക്കുകൾ പറയുന്നുണ്ട്. ക്രോർ എന്നൊക്കെ പറയുന്ന പോലെ 10 ക്രോറാണ് അർബുദം എന്ന് പറയുന്ന വാക്കിന്റെ വൈദികമായിട്ടുള്ള അർത്ഥം. ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ അത് രോഗമാണ്. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം അർബുദം എന്ന പദം ഈ ക്യാൻസർ എന്ന രോഗത്തിന് കൊടുക്കാൻ കാരണം വളരെ വ്യക്തമാണ്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് കോശങ്ങളുടെ അമിതമായ അബ്നോർമൽ ആയിട്ടുള്ള വളർച്ച കണക്കാക്കിയിട്ടാണ് ഗ്രന്ഥി, അർബുദം തുടങ്ങിയ രോഗങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അർബുദം എന്ന രോഗത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കോടിക്കണക്കിന് കോശങ്ങളുടെ ക്രമരഹിതമായ വളർച്ചയും നാശകാരിത്വം, അത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അപ്പോ ആയുർവേദത്തിൽ വളരെ കുറച്ച് ഭാഗേ അർബുദത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അപകട സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അർബുദം പലതരത്തിൽ പറയുന്നുണ്ട് ആയുർവേദത്തില്. ഉദാഹരണം ദ്വിരർബുദം, അധ്യർബുദം, ഇങ്ങനെ 2-3 തരത്തിലുള്ള അർബുദത്തിന്റെ പേരുകൾ പറയുന്നുണ്ട്. ദ്വിരർബുദം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും ഉണ്ടാവുന്നതിന് ദ്വിരർബുദം എന്ന് പറയും. അതുപോലെ തന്നെ അധ്യർബുദം എന്ന് പറയുന്ന രോഗമുണ്ട്. ഒരേ സമയം ശരീരത്തിന്റെ 2 ഭാഗത്ത് ഉണ്ടാകുന്നതിനെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അപ്പോ ഈ അർബുദം മാലിഗ്നന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്നുണ്ട്. അത് ഗ്രന്ഥിയുടെ ഒരു വകഭേദമായിട്ട് വേണമെങ്കിൽ പറയാം. ഗ്രന്ഥി എന്ന് പറയുന്ന മുഴ അല്ലെങ്കിൽ ട്യൂമർ എന്നാണ് പറയുന്നത്, അതിനാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രന്ഥിയിൽ നിന്നും മാലിഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇത് അർബുദമായിട്ട് മാറുന്നത്. ഈ അർബുദത്തെ നമ്മുടെ ആയുർവേദത്തില് വാതികമായിട്ടുള്ള വാതദോഷം കൊണ്ടുണ്ടാവുന്ന അർബുദമെന്നും പിത്തദോഷം കൊണ്ടുണ്ടാവുന്നതെന്നും കഫജമായിട്ടുള്ള അർബുദമെന്നും ത്രിദോഷജം ആയിട്ടുള്ള അർബുദമെന്നും ഇങ്ങനെ പലതരത്തിലുള്ള അർബുദങ്ങളും ആയുർവേദത്തിൽ വിഭജിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ്, ഏത് അവയവത്തെയാണ് അത്
വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഈ അർബുദത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്യുവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അന്നും ഇന്നും ഇല്ലാത്തത് കൊണ്ട് അസാധ്യമായിട്ടുള്ള അർബുദങ്ങളെയും ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ സാധ്യം അസാധ്യം, ഈ സാധ്യമായിട്ടുള്ള അർബുദം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ അർബുദത്തെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. അലോപ്പതിയിലും മോഡേൺ മെഡിസിനിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഏർലി ഡിറ്റക്ഷൻ, കഴിയുന്നതും നേരത്തെ രോഗത്തെ നിർണയിക്കുക, കണ്ടെത്തുക എന്നുള്ളത് ഈ രോഗത്തിൽ വളരെ പ്രധാനമാണ്. പൊതുവെ എല്ലാ രോഗത്തിലും അങ്ങനെയാണെങ്കിലും ഈ രോഗത്തില്, അർബുദത്തില് അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രോഗത്തെ ആദ്യം കണ്ടെത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ എല്ലാ അർബുദത്തിലും, അപൂർവം ചില അർബുദങ്ങൾ ഒഴിച്ച് ഒരുവിധം അവയവങ്ങളെ ബാധിക്കുന്ന അർബുദങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇനി അഥവാ ക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൺട്രോൾ ചെയ്ത് ലൈഫ് ത്രെട്ടണിങ് ആവാതെ നോക്കാൻ പറ്റും. ഏതാണ്ട് 28-30 തരത്തിലുള്ള അർബുദങ്ങൾ അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ച് പറയുന്നുണ്ട് മോഡേൺ സയൻസ്. നമുക്കൊക്കെ അറിയാം, ശരീരം ഒരു കോശത്തിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്ത് ബഹുകോശമായിട്ട് 100, 1000, ലക്ഷം, കോടി കണക്കിനുള്ള കോശങ്ങളുടെ ഒരു സഞ്ചയം, ഒരു കൂട്ടായ്മ, ഒരു കോർഡിനേഷനാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇതിലുണ്ടാകുന്ന പാകപ്പിഴയാണ്, ഈ മൾട്ടിപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന പാകപ്പിഴ, അല്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് അർബുദം എന്ന് പറയുന്നത്. അത് വളരെ അപകടകാരിയായിട്ട് മാറുന്നുണ്ട്. ഉദാഹരണത്തിന് രക്താർബുദം, പെട്ടെന്ന് തന്നെ നമ്മളെ അത് ബാധിച്ച് നമ്മളെ യമപുരിയിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ബ്രെയിനിൽ വരിക, വളരെയധികം നിർണായകമായിട്ടുള്ള ശരീരത്തിലുള്ള അല്ലെങ്കിൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അർബുദങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാരകമായി ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ ആയിത്തീരുന്നുണ്ട്. അതല്ലാത്ത പല ക്യാൻസറുകളും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി വിശേഷിച്ചും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആയുർവേദത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം പ്രാതസ്മരണീയമായിട്ടുള്ള ആദ്യം പറയേണ്ടത് സുശ്രുത സംഹിതയിൽ പറയുന്ന ആയുർവേദത്തിലെ അർബുദ നിദാനവും ചികിത്സ. നിദാനം എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ എറ്റിയോളജി എന്ന് പറയും. രോഗത്തെക്കുറിച്ചുള്ള എങ്ങനെ, എവിടെ നിന്നുണ്ടായി, എന്താണ് കാരണം, അതിന്റെ വിശദമായിട്ടുള്ള രൂപം, അതിന്റെ ഭാവം, എങ്ങനെയൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്, പൂർവ്വരൂപം എന്താണ്, ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷമാകുന്നതിന് മുൻപ് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വളരെ വിശദമായിട്ട് സുശ്രുത സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ഇത്രയും മാരകമായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പേടി വലിയൊരു ഘടകമായിട്ട് മാറും. ശരീരത്തിന് ഒരു രോഗം വരുമ്പോൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ എത്തിക്കുന്നതിനും മനസ്സിന് ഒരു നിർണായകമായ പങ്കുണ്ട്. നല്ല ധൈര്യമുള്ള ഒരാളാണെങ്കിൽ, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ രോഗത്തിന്റെ ശക്തി കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് എല്ലാ രോഗങ്ങൾക്കും ചികിത്സ പറയുമ്പോൾ മനസ്സിന്റെ ഇൻവോൾവ്മെന്റ്, മനസ്സിന്റെ പ്രാധാന്യം അവിടെ പറയുന്നുണ്ട്. അതിന് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്ത. പോസിറ്റീവായിട്ടുള്ള ചിന്തയും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ പല രോഗങ്ങളും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അത് മാത്രം മതി എന്നല്ല, മരുന്നും വേണം അതിനോടൊപ്പം. പക്ഷെ നമുക്ക് ആശ കൈവിട്ടു പോയാൽ നിസ്സാര രോഗങ്ങൾ പോലും ജീവഹാനിക്ക് ഇടയാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗം തന്നെയാണ് ഈ അർബുദം എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഡിറ്റക്ഷൻ, അതിന് ഒരുപാട് മാർഗങ്ങൾ
രോഗനിർണയ ഉപാധികളുണ്ട്. അപ്പൊ ആ ഉപാധികളെ നമ്മൾ വേണ്ട സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, അർബുദം ഇന്ന് കാണുന്ന പോലെ അപകടകാരിയാവാതെ നോക്കാൻ പറ്റും. പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ആഹാരവും വിഹാരവും. വിഹാരം എന്ന് പറയുന്നത് മറ്റു ജീവിത ശൈലികൾ. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, കൃത്രിമമായിട്ടുള്ള ആഹാരങ്ങൾ എത്രമാത്രം കൂടുന്നു അത്രമാത്രം രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുന്നുണ്ട്. ഞാൻ 2 3 ക്ലാസ്സിലെ പ്രമേഹത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആഹാരത്തെക്കുറിച്ച്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്താണോ നാം കഴിക്കുന്നത് അതാണ് നാം എന്ന് പറയുന്നത് പോലെ അത് ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ മലിനമാവാത്ത ശുദ്ധമായിട്ടുള്ള സാത്വികമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പോസിറ്റീവായിട്ട് നിയന്ത്രിക്കുന്ന ഭക്ഷണം, സത്വഗുണപ്രധാനം എന്ന് പറയും. സാത്വികമായിട്ടുള്ള ഭക്ഷണം. ഭക്ഷണത്തെ 2 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, ഈ ആഹാര പദാർത്ഥങ്ങളെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ. അപ്പൊ അതില് പല ഭക്ഷണങ്ങളും നമ്മുടെ മനസ്സിനെ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഭക്ഷണങ്ങള്, സാത്വികമല്ലാത്ത ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ മലിനം, കീടനാശിനി പോലുള്ള കെമിക്കൽസ് ഇല്ലാതെയുള്ള ഭക്ഷണങ്ങൾ, അപ്പൊ അതാണ് ഓർഗാനിക് ഫുഡൊക്കെ കൂടുതൽ പ്രചാരം വരാൻ കാരണം. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയും മനസ്സ് വളരെയധികം സന്തോഷപ്രദവും പോസിറ്റീവായിട്ട്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രോധം, നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ അസൂയ പോലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ കഴിയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2 രോഗങ്ങള് ഒരു സഹോദരങ്ങളെ പോലെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഗ്രന്ഥി, മറ്റത് അർബുദം. ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു ബിനൈനായിട്ടുള്ള ട്യൂമറാണ്. മുഴകള് നമുക്ക് പറയും അപായമില്ലാത്ത, ഡോക്ടർമാരും പരിശോധിക്കുമ്പോൾ ഒരു മുഴ എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ പരിശോധിക്കും, ഇത് വലിയ കുഴപ്പമില്ല, നമുക്കൊരു സർജറി ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റാം എന്ന് പറയും. അതാണ് നമ്മൾ ആയുർവേദത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഗ്രന്ഥി എന്ന് പറയുന്നത്, മുഴ. അത്തരം മുഴകൾ ധാരാളം ഉണ്ടാവും. അത് അവിടെയും ഉണ്ടാകുന്നത് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ്. പക്ഷേ അത് മറ്റ് സെല്ലുകളെയും മറ്റ് ധാതുക്കളെയും മറ്റ് സിസ്റ്റത്തിനെയും അത് ദോഷകരമായി കൂടുതൽ ബാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അത് അപായരഹിതമാണ് എന്ന് പറയാൻ കാരണം. പല ആൾക്കാരുടെ ശരീരത്തിലും കുറെ കൊല്ലങ്ങളായിട്ട് ചില മുഴകൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ബന്ധുക്കളുടെയോ ഫ്രണ്ട്സിന്റെയൊക്കെ ശരീരത്തിൽ. അത് ഈ ഒരു തരത്തില് ഒരു അർബുദ സ്വഭാവം കാണിക്കാത്തത് കൊണ്ടാണ് അത് ഒരു ജീവന് ഭീഷണി ആവാതിരിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രോഗത്തിന്റെ തന്നെ 2 ഭാവമാണ്. ഒന്ന് വളരെ ക്രൂരമായിട്ടുള്ള ഭാവം, അതാണ് അർബുദം എന്ന് പറയുന്നത്. മറ്റത് കുറേ കൂടി സാത്വികമായ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം. അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം മൾട്ടിപ്ലിക്കേഷനിൽ ഈ പറയുന്ന പോലെ അർബുദത്തിന്റെ സ്വഭാവം അവിടെ കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അത് ഗ്രന്ഥി എന്ന് പറയുന്ന രോഗമായിട്ട് മാറുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ശരീരത്തിന് പുറത്താണ് കാണുന്നത്. അതേസമയം ശരീരത്തിന്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും, ഏത് ഭാഗത്ത് വേണമെങ്കിൽ അർബുദം വരാം. ഏറ്റവും അധികം കാണപ്പെടുന്നതാണ്, നമുക്ക് ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയാം, ലങ്സിൽ ഉണ്ടാകുന്ന ക്യാൻസർ. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ മാത്രം സ്കിൻ ക്യാൻസർ അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ പൊതുവെ അധികം കാണുന്നത് ലങ്സിലാണ്. പിന്നെ ഒട്ടും കുറവല്ലാതെ സ്ത്രീകൾക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ഗർഭാശയത്തിൽ ഉണ്ടാവുന്നുണ്ട്, പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്നുണ്ട്, ലിവറിൽ ഉണ്ടാവുന്നുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏത് ഭാഗത്തും വരാം, ഇൻഡസ്റ്റൈനിൽ ഏത് ഭാഗത്തും താഴെ മുകളിലൊക്കെ ആയിട്ട് വരാം, ബ്ലഡിൽ വരാം, മജ്ജയിൽ വരാം.
അപ്പൊ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ അർബുദം പോലെ ശരീരത്തിന് എവിടെ വേണമെങ്കിൽ ആക്രമിക്കാൻ പറ്റാകുന്ന വേറൊരു രോഗമില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അപകട സ്വഭാവമുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇന്ന് വ്യാപകമാവാൻ കാരണം? അപ്പോൾ ലൈഫ് സ്റ്റൈല് നമ്മൾ നോക്കേണ്ടി വരും. പണ്ട് അതിന്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല, പക്ഷെ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് ഒരു പ്രത്യേക ജനവിഭാഗമാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. അവര് സസ്യാഹാരമാണ് കഴിച്ചിരുന്നത്. ഇപ്പോഴും അതെ, സസ്യാഹാരമാണ് കഴിക്കുന്നത്. അവിടെ ഒരു സ്റ്റഡി, മെഡിക്കലായിട്ടുള്ള ഒരു വലിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ ഇന്ന് കാലം മാറി, വ്യത്യാസമുണ്ട്. ഞാൻ കാരണം പറയാം. ക്യാൻസർ പേഷ്യൻസ് വളരെ കുറവായിരുന്നു. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോട്ടയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയാലോ. ആ ക്ഷേത്രത്തിന് പരിസരത്തുള്ള ആൾക്കാരുടെ ഇടയിൽ ആ കാലത്ത് വളരെ കുറച്ച് പേര് ഈ ക്യാൻസർ രോഗം ബാധിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് കാലം മാറി, അത് കൂടുതലായിട്ടുണ്ടാവും. അതിന് കാരണം മാംസാഹാരവും അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഒട്ടും കുറവല്ല അപകടം കീടനാശിനികൾ നിറഞ്ഞിരിക്കുന്ന സസ്യാഹാരം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടനാട്ടിലാണ് ധാരാളം നെൽകൃഷിയുള്ളത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും, കേരളത്തിൽ കുറച്ചെങ്കിലും പാലക്കാടും കുട്ടനാട്ടിലൊക്കെ ഉള്ളത്. അവിടെ കീടനാശിനികളുടെ ഉപയോഗം ആയിരക്കണക്കിന് ടണ്ണാണ് ഓരോ കൊല്ലവും. ഇപ്പൊ ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോ പറഞ്ഞു, അവിടെയുള്ള ആൾക്കാർ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് കാലിലൊക്കെ, ശരിക്കും പറഞ്ഞാൽ പുണ്ണ് പോലുള്ള രോഗങ്ങളില്ലാത്ത ആൾക്കാർ കുറവാണ്. അതുപോലെ ചൊറിച്ചില്, സ്കിന്നിന്റെ ഡിസീസൊക്കെ ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. കാരണം കുട്ടനാട്ടിൽ പെട്ടെന്ന് വെള്ളം വരും, ഒരു വെള്ളം കെട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ക്യാൻസർ രോഗികൾ ധാരാളമുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. 2 കാര്യമാണ്. ഒന്ന്, മത്സ്യമാംസങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള കീടനാശിനിയും കളനാശിനിയും പോലുള്ള രോഗത്തെ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ ധാരാളമായിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിട്ട് അടുത്ത കാലത്ത്. അപ്പൊ കൃഷി ചെയ്യണം, ലാഭകരമാവണമെങ്കിൽ കൂടുതൽ വിളവ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വളരെയധികം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എൻഡോസൾഫാന്റെ കഥ എല്ലാവർക്കും അറിയാം. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്, ഇടുക്കിയില് ഏലം, കാപ്പി, തേയില പോലുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെടികളൊക്കെ കീടനാശിനി അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലും ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ, നമ്മൾ എത്ര ഇതിന് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗവേഷണം നടത്തിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു രോഗത്തിന് എന്താണോ ഹേതു അല്ലെങ്കിൽ നിദാനം അല്ലെങ്കിൽ കാരണം, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ ചികിത്സയുടെ ആദ്യത്തെ പാഠം. നിദാനത്തെ ഒഴിവാക്കുക. നിദാനം എന്ന് പറഞ്ഞാൽ കാരണം, എത്തിയോളജി. എന്താണോ ഒരു രോഗം ഉണ്ടാക്കുന്നത് അതിനെ ഒഴിവാക്കാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുന്നതും രാസവസ്തുക്കൾ ഇല്ലാത്ത അല്ലെങ്കിൽ കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചതാണ്, ഈ സ്മോക്കിങ്ങിന്റെ കാര്യം. ഭാഗ്യവശാൽ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിലെ പുകവലി കുറഞ്ഞിട്ടുണ്ട്. അത് പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്.
പക്ഷേ അതിന് പകരം ഈ പാൻ എന്ന് പറയുന്ന വലിയൊരു അപകടകാരിയായിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് അടുത്ത കാലത്താണ് ഇത്രയും അധികം ഇവിടെ പ്രചാരത്തിലായത്. അതും നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഇത് ഉപയോഗിക്കാതെ കാണുന്നേയില്ല. അത് ഒരുപക്ഷെ സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ അപകടകാരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും നമുക്ക് വലിയൊരു ഭീഷണിയായിട്ടുണ്ട്. ഇവിടുത്തെ ആ ചെറുപ്പക്കാർ അവരെ അനുകരിച്ചുകൊണ്ട്, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഇതൊരു നേരം പോക്കായിട്ട്, ഒരു തമാശയായിട്ട് ഈ പാക്കറ്റിൽ കിട്ടുന്ന പുകയില ചേർന്ന, പുകയിലയിൽ വേറെ കെമിക്കൽസും കൂടി ചേർത്ത് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻസ് എന്ന് പറയുന്ന സാധനം പോലുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ ഈ ഇതിൻ്റെ ഇടയിലേക്ക്, നമ്മുടെ ചുണ്ടിൻ്റെയും മോണയുടെ ഇടയിലേക്ക് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെയധികം ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ നമ്മുടെ കുട്ടികളോടും നമുക്കറിയാവുന്നവരോട് നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ പറയാം. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ, അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശീലങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഗ്രന്ഥിയാവട്ടെ അർബുദമാവട്ടെ നമുക്ക് ഉണ്ടാവുമ്പോൾ അത് ഒരു ശരീരത്തിന്, ഒരാളുടെ രോഗം മാത്രമല്ല അവിടെ രോഗാതുരമാവുന്നത്. ആ വ്യക്തിയുടെയും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബം, സമൂഹം, ഇവരെല്ലാം അത് ബാധിക്കുന്നുണ്ട്. ഞാൻ പല ദിക്കിലും കണ്ടിട്ടുണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ താളം അങ്ങോട്ട് തെറ്റാണ്. അത് അനുഭവിച്ചറിയുന്ന ആൾക്കാർക്ക് അതിന്റെ തീവ്രതയും ദുഃഖവും മനസ്സിലാവുള്ളൂ. കാരണം അത്രയും ഒരു മനുഷ്യന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു രോഗമാണ് അർബുദം എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ടാവുന്നുണ്ട്. പണ്ട് വളരെ കൂടുതലായിരുന്നു, ഇപ്പോഴും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വളരെയധികം പേടിയുണ്ട്. അതിൻ്റെ അർത്ഥം സാമ്പത്തികമായി തകരുന്നു, ശാരീരികമായി തകരുന്നു, മാനസികമായി തകരുന്നു. ഇതെല്ലാം കൂടാതെ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ആകെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗമാണ്. ഇതേപോലെ രോഗം, പ്രമേഹമൊക്കെ ഇതിനൊക്കെ കൂടുതൽ എണ്ണമുണ്ടെങ്കിലും ഇത്രയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭരണകൂടം മാത്രമല്ല, വ്യക്തികളും സമൂഹവും ഒക്കെ ഇതിനെതിരെ വളരെയധികം ജാഗരൂകരാവേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഒരു നിസ്സംഗഭാവം, അത് എനിക്ക് വരുന്നില്ലല്ലോ, ഈ കോവിഡ് വരുന്ന പോലെ എനിക്ക് വരുന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ അത് ഒരു രോഗാതുരമായ സമൂഹത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ വ്യക്തികളും, നമുക്കിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 15-20 കൊല്ലം മുൻപ് നമുക്ക് അപൂർവമായിട്ട് കണ്ടിരുന്ന ക്യാൻസർ പേഷ്യൻസിന് ഇപ്പൊ ധാരാളം കാണാം. നമ്മുടെ കുടുംബത്തില്, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബാവില്ല, മൊത്തത്തില് മൂല കുടുംബത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1-2 ക്യാൻസർ പേഷ്യൻസ് ഇല്ലാതിരിക്കില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഹാരത്തിലും ശീലത്തിലും പ്രകൃതിയിലും മനസ്സിലും ഇതിലെല്ലാം മാറ്റം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ ആ ഒരു ശീലത്തിലുള്ള വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റും. അല്ലാണ്ട് മരുന്ന് കൊണ്ടോ ചികിത്സ കൊണ്ടോ, ഡോക്ടർമാരെ കുറെ ഓങ്കോളജിസ്റ്റുകളെ കുറെ കൂടുതൽ ആയതുകൊണ്ടോ ഇവിടെ ഒരിക്കലും ഈ രോഗത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. ഇതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഏർലി ഡയഗ്നോസ് തന്നെയാണ്. എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കാണണം. അപ്പോൾ ഈ ഏർലി ഡയഗ്നോസിന് മുമ്പ് തന്നെ നമുക്ക് പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, ട്രീറ്റ്മെന്റ്, ഈ 3 തരത്തിലാണ് ഇതിന്റെ ചികിത്സ ഒരു കാഴ്ചപ്പാടിലൂടെ പോകുമ്പോൾ.
ഒരു പ്രിവെൻഷന് ഞാൻ ആദ്യം പറഞ്ഞു, ഇതുപോലുള്ള കീടനാശിനികളെ കളനാശിനികളുള്ള കെമിക്കൽസിന്റെ ഉപയോഗം കുറയ്ക്കുക, അതൊക്കെ ഒരു പ്രിവെൻഷന്റെ ഭാഗമാണ്. സിഗരറ്റ് വലി കുറയ്ക്കുക, അമിതമായ മദ്യപാനം കുറയ്ക്കുക. കാരണം മദ്യപാനം നന്നായിട്ടുണ്ടായി കഴിഞ്ഞാൽ ലിവറിനെ ബാധിക്കും. ലിവറിന് ക്യാൻസർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ലിവറിന് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് രോഗങ്ങൾ വരും. ഇപ്പൊ പാൻക്രിയാസിനെയൊക്കെ, ഇപ്പൊ ഡയബറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിനെ ബാധിക്കും. പാൻക്രിയാസിനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാൻക്രിയാസിന് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വലിയൊരു ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. അതൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അമിതമായ മദ്യപാനം, സിഗരറ്റ് വലി, ഇതൊക്കെ ഒരു പ്രിവെൻഷന്റെ ഭാഗമാണ്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ. ഇപ്പോൾ അതിൽ ഏറ്റവും അധികം നമ്മൾ പറയാറുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെയാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം, അത് അതിനുള്ളൊരു ട്രെയിനിങ് ഒക്കെ ഡോക്ടർമാരൊക്കെ കൊടുക്കുന്നുണ്ട്. സ്വയം പരിശോധിച്ച് എന്തെങ്കിലും സ്തനത്തിൽ അഥവാ ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴ പോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുകയും വിദഗ്ധമായിട്ടുള്ള ഉപദേശം തേടുകയും ചികിത്സ നേടുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് പഴയ പോലെ പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പൊ അത് വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. കാരണം കീമോതെറാപ്പി, ബാക്കി എല്ലാ ചികിത്സകളും വഴി രോഗത്തെ ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റൻഷൻ, സ്വയം നമ്മൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും സ്വയം ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ അത് അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നത് പോലെ വേറൊരു ഹെൽത്ത് പ്രൊഫഷണൽസിന് നോക്കാൻ പരിമിതികളുണ്ടോ. അതുപോലെ തന്നെ ലക്ഷണങ്ങൾ അവർക്കാണ് ആദ്യം മനസ്സിലാവുക. അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റും അതുപോലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് എല്ലാ സ്ത്രീകളോടും 35-40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സ്വയം ഒരു പരിശോധന ആവശ്യമാണെന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അതുപോലെ ജില്ലാ ഹോസ്പിറ്റൽസിലൊക്കെ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇത് ഒരു മാരകമായ രോഗമാവാതെ ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനോ ക്യൂർ ചെയ്യാനോ പറ്റുന്നൊരവസ്ഥയിലെത്തും. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ആയുർവേദ വിഷയത്തിലേക്ക് കടന്നാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഈ ചികിത്സയും അതുപോലുള്ള ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഭാഗമാണ്. എത്രയൊക്കെ നമ്മൾ ആയുർവേദത്തിന്റെ മഹത്വം പറഞ്ഞാലും ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിലും ഭാരതത്തിലും ആയുർവേദത്തിനോട് വളരെയധികം പരിഗണന കൊടുക്കാതെ അവഗണന കൊടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു കാര്യമായ ഗവേഷണമൊന്നും എവിടെ നടക്കുന്നില്ല. ഒരു എണ്ണത്തിനൊക്കെ വെറുതെ ഒരു എന്തെങ്കിലുമൊക്കെ ആയുർവേദ മരുന്നുകളുടെ ഗവേഷണം നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ അപൂർവം ചില സ്ഥാപനങ്ങള്, പ്രൈവറ്റ് സ്ഥാപനങ്ങള് ക്യാൻസർ റിസർച്ച് നടത്തുന്നുണ്ട്. വളരെ ആശാവഹമായ പുരോഗതി ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആയുർവേദം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പഠിച്ച് ഇറങ്ങിയ ഉടനെ എനിക്ക് വളരെയധികം തിക്തമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിലൊരു വിഷമമില്ല, ഞാൻ പല ദിക്കിലും അത് പറയാറുള്ളത്. ഒരു 25 കൊല്ലത്തിനപ്പുറമാണ്. ട്രിവാൻഡ്രത്ത് ഞാൻ പഠിച്ചതിന് ശേഷം ഞാനൊരു അർബുദത്തിൽ, ക്യാൻസറിൽ ആയുർവേദ മരുന്നുകളുടെ ആപ്ലിക്കേഷനെ കുറിച്ചൊരു റിസർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോജക്റ്റിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കി. റീജിയണൽ ക്യാൻസർ സെന്റർ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള തിരക്കുള്ള ഹോസ്പിറ്റലാണ്. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു അലോപ്പതി ക്യാൻസർ റിസർച്ച് സെന്ററാണ്, റീജിയണൽ സെന്ററാണ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അവിടെ ഞാനൊരു പ്രൊഫൈൽ കൊടുത്തു. അതിലെ ചില മരുന്നുകൾ, അതിനു മുമ്പ് തന്നെ എത്രയോ വലിയ വലിയ ആയുർവേദ ഡോക്ടർമാര് ആയുർവേദത്തിലെ റിസർച്ചൊക്കെ കുറേശ്ശൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തില് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റഡി വേണം എന്ന് മോഹമുണ്ടായതുകൊണ്ട് അവിടെ എഴുതി കൊടുത്തു. 1-2 പ്രാവശ്യം അവിടുത്തെ സയന്റിഫിക് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. നിങ്ങൾ ആയുർവേദം പഠിച്ച ആൾക്കാരായതുകൊണ്ട് MBBS അല്ലെങ്കിൽ MD അതുപോലുള്ള വളരെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കീഴിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് എഴുതി കൊടുത്തു. 1-2 പ്രാവശ്യം അവര് കമ്മിറ്റി എന്നെ വിളിക്കുകയും ചർച്ച ചെയ്യുകയുണ്ടായി.
എന്തോ ആയുർവേദത്തിനോട് താല്പര്യമില്ലാത്ത, ഒരുപക്ഷെ വിരോധമുള്ള ചില ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള ഇടപെടൽ കാരണം അന്ന് ആ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളൊക്കെ പരിമിതമായ കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു മുന്നേറ്റം, ഒരു പുരോഗതി ആയുർവേദ ഔഷധങ്ങൾ, ഈ ആയുർവേദ ഔഷധം എന്ന് പറയുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ലോകത്തിന്റെ സ്വത്താണ്. അത് ആയുർവേദ സമൂഹത്തിന്റെ മാത്രമൊന്നല്ല, ലോകത്തിന്റെ മൊത്തം അവകാശപ്പെട്ടതാണ്. ഒരു ഹെർബൽ മെഡിസിൻ ഒരെണ്ണം എടുത്തു വിചാരിച്ചിട്ട് അതിപ്പോ എത്രയോ നൂറുകണക്കിന് ഹെർബൽ മെഡിസിൻസ് അലോപ്പതി ഡോക്ടർമാർ, ഇംഗ്ലീഷ് ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട് ലോകം മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് വഴി ഒരു എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ചെറിയ രീതിയിൽ അവരുടെ ഒരു ഗൈഡൻസോട് കൂടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അന്ന് പോയത്. പക്ഷെ അത് നിരാശയാണ് ഫലം. അന്ന് തള്ളിപ്പോയി. അതിനുശേഷം അവിടുത്തെ പേഴ്സണലായിട്ട് ചില ഡോക്ടർമാർ എന്നോട് പറയുകയും ചെയ്തു, അത് നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു, പക്ഷെ അത് വേറെ ഇടപെടൽ കാരണം നടന്നില്ല. എന്തായാലും അത് നടന്നില്ല. വേറെ അതിനുശേഷം അടുത്ത കാലത്ത് അവിടെ ചില റിസർച്ചുകൾ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരു കാര്യം ഉറപ്പാണ്, ആയുർവേദത്തിലെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സിംഗിൾ ഡ്രഗ് എന്ന് പറയും, സിംഗിൾ ഡ്രഗുകളായാലും കോമ്പൗണ്ട് ആയാലും വളരെ ഫലപ്രദമായ റിസൾട്ട് തരുന്ന ഔഷധങ്ങൾ, ഔഷധ ചെടികൾ ആയുർവേദത്തിലുണ്ട്. ഉദാഹരണം, യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്യാൻസറിൽ തന്നെ പല ഔഷധ ചെടികളുടെയും ആപ്ലിക്കേഷൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, അമുക്കുരം, അശ്വഗന്ധ എന്ന് പറയും, വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ്. അത് ക്യാൻസറിൽ നല്ല ഫലം കിട്ടുന്നുണ്ട്. മഞ്ഞള് ഇതുപോലെ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ശവന്നാരി ചെടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഒരു കാലത്ത് ബ്ലഡ് ക്യാൻസറിനെ ഒരുപാട് റിസർച്ച് ചെയ്തിരുന്ന ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട്, അതൊക്കെ വളരെയധികം ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് പല കേസിലും. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഒരു കോമ്പിനേഷൻ, ചില യോഗം എന്ന് പറയും, ചില കൂട്ടുകൾ, ആ കൂട്ടുകൾ വളരെയധികം ഫലം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രസ പ്രിപ്പറേഷൻസ്. ഈ രസ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മെർക്കുറി തുടങ്ങിയിട്ടുള്ള കെമിക്കലായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ള രസശാസ്ത്രത്തിൽ, ആയുർവേദത്തിന്റെ ഒരു വിഭാഗമായിട്ടുള്ള രസശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ മരുന്നുകൾ ഇപ്പോഴും ഫലപ്രദമായിട്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടർമാര്. ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ അലോപ്പതിയേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഒരു പക്ഷേ അതിന്റെ റിസൾട്ട്. അത്ര മനോഹരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയെ പോലുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട്. അത് ഈ സിംഗിൾ ഡ്രഗ് ആയാലും കമ്പൈൻഡ് ആയിട്ടുള്ള യോഗം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള മരുന്നുകളായാലും ആയുർവേദത്തിൽ റിസർച്ച് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ അതിന് മറ്റു വൈദ്യശാസ്ത്രങ്ങളൊക്കെ അലോപ്പതിക്ക് പോലുള്ള കൊടുക്കുന്നത് പോലെയുള്ള പ്രാധാന്യം ആയുർവേദത്തിലും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടാതിരിക്കും. ഇനിയെങ്കിലും അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ സിദ്ധ പ്രിപ്പറേഷൻസ് ഒരുപാടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ഈ സിദ്ധ പ്രിപ്പറേഷൻ പലതും പഴയ വൈദ്യന്മാര്, നല്ല പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാര്, പണ്ഡിതന്മാരായിട്ടുള്ള വൈദ്യന്മാര് അർബുദത്തിന് കൊടുത്ത് രോഗം മാറിയ അനുഭവങ്ങളുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ഒരു കുറച്ചു കാലമായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളത്, ഒരു ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ തന്നെ വളരെ സീനിയറായിട്ട് ഒരു 85 വയസ്സിന് മുകളിലുള്ള ഒരു അലോപ്പതി ഡോക്ടർ, അദ്ദേഹം അനവധി കൊല്ലങ്ങളായിട്ട് ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സയിൽ നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് രോഗികളെ കാണാനും നിരവധി രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനും
പല രോഗികൾക്കും ക്യൂർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് MBBS കഴിഞ്ഞ് സർജനായിരുന്നു, ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു, ഒരുപാട് കാലം ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു. അദ്ദേഹം ആയുർവേദത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി കുറെ കാര്യം പഠിച്ചതിന് ശേഷം അദ്ദേഹം ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്ന് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം പല മരുന്നുകളും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ശിലാജിത്ത് എന്ന് പറഞ്ഞൊരു മരുന്ന്, അല്ലെങ്കിൽ കന്മദം എന്ന് പറയുന്ന, ഇതൊരു രസായന ഗുണമുള്ള ഒരു മരുന്നാണ്. അപ്പൊ ഈ രസായന ഗുണം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ധാതുക്കളെ 7 ധാതുക്കളാണ്, ഈ ധാതുക്കളെ പുഷ്ടിപ്പെടുത്തി ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സമീകരിച്ച് വേണ്ട പോലെ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന മരുന്നുകളാണ് രസായന മരുന്നുകൾ. ഈ രസായന പ്രയോഗങ്ങള് അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒന്നാണ് ഈ ശിലാജിത്ത് അല്ലെങ്കിൽ കന്മദം. ഈ ഒരു മരുന്ന് പല രോഗികൾക്കും, ക്യാൻസർ രോഗികൾക്കും വളരെയധികം ഫലം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കഴഞ്ചി, നമ്മൾ വിചാരിക്കും നിസ്സാരണം വിചാരിക്കും, ഇരട്ടി മധുരം, ഇങ്ങനെയുള്ള പല മരുന്നുകളും, ചെറുള, ഇതിന്റെയൊക്കെ ചില കോമ്പിനേഷൻ, ചില പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷൻ, നിർമാതളം പോലുള്ള മരുന്നുകൾ, ഇതെല്ലാം ഈ ആയുർവേദ ചികിത്സയിലെ വളരെയധികം ഫലം കാണിക്കുന്നുണ്ട്. അതിപ്പോ ഈ ക്യാൻസറിലെ വ്രണമായാലും ശരി, ഗ്രന്ഥി രൂപേണയുള്ളതായാലും ശരി, ഉള്ളിൽ വിദ്രഥി പോലെയുള്ള, വിദ്രഥി എന്ന് പറയുന്നതുണ്ട്, അത് ഈ കുടലിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗമാണ്. അപ്പൊ ഇത്തരം രോഗങ്ങളിലൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പല കഷായങ്ങളും ഗുളികകളും ഉപയോഗിക്കുമ്പോൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. അവഗണിക്കപ്പെട്ട ഒരു ശാസ്ത്രത്തിലെ പണ്ട് മഹാത്മാക്കളായിട്ടുള്ള ശാസ്ത്രജ്ഞര്, ആയുർവേദ പണ്ഡിതന്മാര് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുള്ള മരുന്ന് പ്രയോഗിച്ചാൽ മാത്രം ഇത്ര കാലം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളതിലെ ഒരു നിരവധി നൂറ്റാണ്ടുകളായിട്ട് യാതൊരു ഗവേഷണവും നടക്കാതെ ഇരിക്കുന്ന ഈ ശാസ്ത്രത്തിന്റെ കാര്യമാണത്. അപ്പൊ ഗവേഷണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റും ഈ ചികിത്സയിലൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറയണത് ആയുർവേദത്തിന്റെ ഒരു എന്താ പറയാ കാഴ്ചപ്പാടിന്റെ മാഹാത്മ്യമാണ്. ഒരു ഉദാഹരണം, നമ്മളിപ്പോ മറ്റേ അലോപ്പതിയിലെ, ഞാനത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്, ഇപ്പൊ 3 തരത്തിലാണ് കീമോതെറാപ്പി, അതുപോലെ റേഡിയേഷൻ, സർജറി, ഇങ്ങനെ പലതരത്തിലുള്ള, പ്രധാനമായിട്ട് ഈ 3 തരത്തിലുള്ള മെത്തേഡുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ ശേഷം രോഗിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളെ ലഘൂകരിക്കാൻ ആയുർവേദ മരുന്നുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഹ്യങ്ങളും രസായനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഫലം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ട് നമ്മള് പരസ്പരം പോരടിക്കാതെ മനുഷ്യ നന്മയ്ക്കാണ്, മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വൈദ്യശാസ്ത്രങ്ങൾ ഒക്കെ എന്നുള്ള വിചാരത്തോടു കൂടി ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചോട് കൂടി ചികിത്സിക്കുകയാണെങ്കിൽ, സഹകരിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ രോഗികൾക്ക് ആശ്വാസമാവും. എപ്പോഴും ഒരു വൈദ്യന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ചുമതല എന്ന് പറയുന്നത് രോഗിയുടെ സമാധാനമാണ്, രോഗിയുടെ ആശ്വാസമാണ്, രോഗിയെ രോഗത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ചുമതല. അത് കഴിഞ്ഞിട്ട് വേറെ എന്തും. അതുകൊണ്ട് ഇങ്ങനൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു പരസ്പരം സഹവർത്തിത്വത്തോടു കൂടിയുള്ള ഒരു ചികിത്സാ സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ വൈദ്യശാസ്ത്രങ്ങൾക്കൊക്കെ തന്നെ. അതിന് പകരം പരസ്പരം അവഹേളിച്ചുകൊണ്ടും ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും അവമാനിച്ചുകൊണ്ടും ചെയ്യുന്ന രീതി നമുക്കൊരിക്കലും മനുഷ്യത്വപരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ആ ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കണം. സമയം അതിക്രമിക്കുകയാണ്. ഞാൻ അന്ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, ചില പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്നതിൽ യാതൊരു സംശയവുമില്ല. സമയം കൂടുതൽ എടുക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യൻ സമയമാണ് തന്നെ ഏതാണ്ട് 10 മണിയായി. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ 1 മണിക്കൂർ നമ്മൾ പറഞ്ഞാലും മിക്കവാറും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ ഒക്കെ ക്ലാസ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ടുണ്ട്. അത് ഇത് കേൾക്കുന്ന ആൾക്കാരുടെ താല്പര്യവും എൻ്റെ ആ വിഷയത്തിനോടുള്ള താല്പര്യവും ഒക്കെ കൂടിയോണ്ടായിരിക്കാം.
പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പൊ സമയം മാറ്റിയതുകൊണ്ട് പണ്ട് ഇന്ത്യൻ സമയം 8 മണിക്കായിരുന്നു. ഇപ്പൊ അത് നമ്മൾ 9 മണിക്കാക്കിയല്ലോ, അവിടുത്തെ സമയം മാറ്റുന്നതിനനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 10 മണിയായി. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇത്തരം ചികിത്സകള് ആയുർവേദത്തിലെ വളരെയധികം ശാസ്ത്ര പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള കേരളത്തെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന, ആയുർവേദത്തെ സ്നേഹിക്കുന്ന വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് എന്നാൽ കഴിയുന്ന തരത്തിൽ എല്ലാം ചെയ്യാൻ തയ്യാറാണ്. 10 മണിയായി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു 25% എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എപ്പോഴും കുറച്ച് ബാക്കി വെക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് സമയം ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം, അറിയുന്ന കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും അറിയുന്ന ആളൊന്നല്ല, എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളൂ. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് അതിലേക്ക് കിടക്കാം. അതുപോലെ കുര്യൻജി അത് മതിയല്ലോ അല്ലേ? അത് മതി. 10 മണിയായി ഇവിടെ. ആർക്കും സംശയങ്ങളുണ്ടോ? സംശയങ്ങളെല്ലാം ചോദിക്കാനുണ്ടോ? യോഗേഷ് ഇടയിൽ കയറി വന്നിരുന്നല്ലോ അല്ലേ? യോഗേഷ് ഉണ്ടോ? യോഗേഷ് കണ്ടില്ല. ഇല്ല അല്ലേ? ഇടയ്ക്ക് വന്ന് കയറി. ഓ ശരി. മറ്റാർക്കും സംശയങ്ങളെല്ലാം ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സഞ്ജയ് വോട്ടോ താങ്ക്സ് പറയുന്നതായിരിക്കും. നമുക്ക് അതിന്റെ പേര് ഡോക്ടർക്കും 10 o'clock ആയില്ലേ? സംശയങ്ങൾ ആർക്കില്ലല്ലോ? ഓക്കെ. സംശയം ഉണ്ടായിരിക്കുകയാണ് വേണ്ടത്. സംശയങ്ങൾ ഉണ്ടായിരിക്കുകയാണ് വേണ്ടത്. അതെ, സംശയങ്ങൾ ഒരു നല്ല ലക്ഷണമാണ്. ഒന്നുമില്ല, ഞാനിപ്പോ ജോയിൻ ചെയ്തേ ഉള്ളൂ. അതെ, തോന്നി വണ്ടിയിലാണ് എപ്പോഴും അല്ലേ? സംശയം ചോദിച്ചാൽ മണ്ടത്തരമാകുമോ എന്നുള്ളത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സംശയം വിചാരിക്കില്ല. മണ്ടത്തരം എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല നമ്മുടെ ഇതില്. അങ്ങനെയില്ല, നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളതല്ലേ, നമ്മൾ വളരെ തുറന്ന സമീപനമല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ പ്ലീസ്. എനിക്ക് സംശയം ഇഷ്ടമാണ്. സംശയം ചോദിച്ചു. ഇല്ല, സംശയമില്ല. അപ്പൊ ഇന്ന് വോട്ടർ താങ്ക്സ് പറയാനായിട്ട് സഞ്ജയ് ക്ഷണിക്കുന്നു. യോഗേഷ് റെഡി തോന്നില്ല, ഒന്നേ ഉള്ളൂ. യോഗേഷ് റെഡിയാണോ? യോഗേഷ് സഞ്ജയാലും വോട്ടർ താങ്ക്സ് പറയുക. യോഗേഷ് പറയൂ. ഓക്കെ, ഞാനിപ്പോ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇടയ്ക്ക് കണ്ടിരുന്നു, കുറച്ചു നേരം ഇടയ്ക്ക് കണ്ടിരുന്നു, പിന്നെ പൂർണ്ണമായിട്ടും കണ്ടില്ല. ഇതില് ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയുടെ അറിവിനെ കുറിച്ച് ധാരാളം അറിയാം. മുൻപൊരു പരിപാടിയും കേട്ടിരുന്നു, പാർട്ട് 1 ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ധാരാളം അതിനെ കുറിച്ച് കേട്ടിരുന്നു. ക്യാൻസറും പ്രതിരോധമായിരുന്നു വിഷയം. അപ്പോൾ ആയുർവേദത്തിന് ഇക്കാര്യത്തിൽ എന്ത് ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വിശദീകരിച്ചിരിക്കണം. ബ്രാംപ്ടൺ സമാജത്തിന് വേണ്ടി നിങ്ങളുടെ ഡോക്ടർ ലൈവിലേക്ക് ഈ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരി വീണ്ടും വരികയും ചെയ്ത് അദ്ദേഹത്തിന് എൻ്റെ പേരിലും സമാജത്തിന്റെ പേരിലും എല്ലാ വ്യൂവേഴ്സിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്വാഗത പ്രസംഗത്തിനെത്തിയ മധുരഗീതം CEO വിജയ് സേതുമാധവൻ, അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ പങ്കെടുത്ത ഫേസ്ബുക്ക് ലൈവിൽ ഈ പ്രോഗ്രാം സഹകരിച്ച് വിജയിപ്പിക്കുന്ന, ഇപ്പോൾ നേരിട്ട് പങ്കെടുക്കുന്നവർക്കും ലൈവിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ ഒരു എളിയ സംരംഭത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നന്ദി എല്ലാവർക്കും. നമ്മുടെ ഡോക്ടർ ലൈവ് കഴിയണം. അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത ആഴ്ച ഉണ്ടോ? ഡോക്ടർ സജീവ് വെമ്പാടിയാണ് അടുത്ത ആഴ്ചത്തെ ഹോമിയോപ്പറ്റിയുള്ള ക്ലാസ് ആണ്. വളരെ കൂടുതലായ ക്ലാസ് ആയിരിക്കും. അടുത്ത ആഴ്ചയിലും സമയത്ത് തന്നെ പങ്കെടുക്കുക. 10:30 ടൈം, ശനിയാഴ്ച 10:30. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ.